ഫോണിൽ വിളിച്ചിട്ട് പറയുക അവരുടെ വീട്ടുകാരെ കൊണ്ട് പറയിക്കാൻ മാറിക്കൊടുക്കുക, അത് പറ്റില്ല. എന്നെ ആരാ കൊണ്ടുപോയത് അവരുടെ വീട്ടിലേക്ക്? ആളിവിടെ വന്നിട്ട്, ആളിപ്പോ അമേരിക്കയിലാണ്, സെറ്റിലാണ്. അപ്പൊ ആളിവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞോട്ടെ, എന്നോ നീ മാറിത്തരാം, അതെന്താണെങ്കിൽ ആൾക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അതെല്ലാം ആൾ വന്ന് പറയണം, അല്ലാതെ ഞാൻ പോയില്ല. എനിക്ക് അയാളുടെ ഭാര്യ കൊണ്ട് തന്നെ കേൾക്കണം. എനിക്കൊരു എന്നൊരു ലൈഫ് തരാമെന്ന് തന്നെ ആഗ്രഹിച്ചിട്ട് വേണം. എന്റെ മക്കളുടെ കാര്യം, എന്റെ അമ്മയുടെ കാര്യം എല്ലാം നോക്കിക്കൊള്ളാൻ പറ്റും. നല്ലൊരു ലൈഫ് തരാതെ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടുപോയത്. അതിനിടയിൽ ഞാൻ എന്റെ ഹോസ്റ്റലിൽ വരെ വിട്ടു. അവിടെ ആ പുള്ളിക്കാരൻ്റെ അച്ഛൻ വയ്യാതെയായി, ക്യാൻസർ ആയിരുന്നു, ഫുൾ ക്യാൻസർ സ്പ്രെഡായി. അപ്പൊ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അവരുടെ എന്റെ ഹോസ്റ്റലൊക്കെ വിട്ടിട്ട് ഞാൻ പുള്ളി പോയി അമേരിക്ക പോയിട്ട് അതിന് തന്നെ അങ്ങനെ പോയായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ എറണാകുളത്ത് നിൽക്കുന്ന പുള്ളിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ പോയായിരുന്നു. അത് അപ്പേക്കും പ്രശ്നങ്ങൾ തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛന് വയ്യാതെയായപ്പോൾ ആളെന്നോട് ഭയങ്കര സ്നേഹം കാണിച്ചു. എന്തിനാ എന്റെ അച്ഛനെ നോക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അതിനെന്താ ഞാൻ നോക്കില്ല, നിങ്ങളുടെ അച്ഛനെ എനിക്കറിയാം നോക്കാൻ എന്നൊക്കെ പറഞ്ഞു. എല്ലാ ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് കാൽത്താസിലാണ് കാണിക്കുന്നത്, കോട്ടയത്തുള്ളത്. അവിടെ നവംബറിലാണ് ഞാൻ ഇതെല്ലാം അറിയുന്നത് ക്യാൻസർ ആണെന്നുള്ളത്. അന്ന് തുടങ്ങി പുള്ളിക്കാരുടെ കൂടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കീമോ റേഡിയേഷൻ എല്ലാത്തിനും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതുവരെ ആ ടൈമിലേക്ക് എന്നോട് ഭയങ്കര കാര്യം സ്നേഹമൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതിന് ഒരു അകൽച്ച പോലെ തോന്നിയാണ്. എനിക്ക് അങ്ങനെ പേര് തിരക്കാണ്, ആൾക്ക് എപ്പോഴും വിളിക്കാൻ പറ്റില്ല, റൂമിൽ ആൾക്കാരുടെ ഫ്രണ്ട്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ വീഡിയോ കോളോ അങ്ങനെയൊന്നും ചെയ്യാതെ നോർമൽ കോൾ മാത്രം ഇവിടെ ആൾക്കാരെ കോളോട് വിളിക്കാൻ പറ്റില്ല. പിന്നെ വർക്കിന് പോകുന്ന സമയത്ത് ക്യാബിലിരിക്കുന്ന ടൈമിൽ മാത്രം കുറച്ച് നേരം വിളിക്കാറുള്ളൂ. പിന്നീട് ആൾ പറഞ്ഞത്, നീ കുറെ നാളായാലും ഹോസ്പിറ്റലൊക്കെ നടക്കുന്നത്, മൈൻഡൊക്കെ സെറ്റ് ആവട്ടെ, നീ കോഴ്സ് പഠിച്ചോളാൻ പറഞ്ഞു. നിങ്ങൾ കണ്ടു കാണുമല്ലോ എന്റെ സ്റ്റോറിയിലൊക്കെ ഞാൻ മേക്കപ്പിന്റെ കോഴ്സ് പഠിക്കുന്നത്, ഞാൻ പഠിക്കുന്നത് കടമത്തെ ഫേസ് പാലക്കിലാണ്. അപ്പോൾ പുള്ളി തന്നെയാണ് അത് ഇൻസ്റ്റയിൽ നോക്കി എനിക്ക് അയച്ചത്. നല്ല അടി, അവിടെ പോയി മതി, നിനക്ക് ഇതിനൊക്കെ കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞു പുള്ളി എന്നെ ഇൻസ്പയർഡ് ആക്കി വിട്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ എറണാകുളത്തേക്ക് പോകേണ്ടി വരും. അപ്പോൾ നിനക്ക് എറണാകുളം ഭയങ്കര ഇഷ്ടമുള്ള, അപ്പോൾ അവിടെ പോയി നിന്നോ, കുഴപ്പമില്ല, അച്ഛനമ്മ വീട്ടിലേക്ക് കുഴപ്പമില്ല, അവരിപ്പോൾ നിന്നോളൂല്ലോ, നീ ഇടയ്ക്ക് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. കൊച്ചിൻ കിറ്റി ബ്ലോം എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അതിലെ കിറ്റി എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തന്നെ ഉണ്ടെങ്കിൽ തൻ്റെ കാമുകൻ്റെ അമ്മയുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നുള്ള രീതിയിലായിരുന്നു. ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് എന്തുവെന്നുള്ള സംഭവം അറിയത്തില്ല. ഈ കിറ്റി ഉണ്ടെങ്കിൽ ആദ്യമേ ഒരു കല്യാണം കഴിച്ചതാണ്. ആ കല്യാണത്തിലുണ്ടെങ്കിൽ 2 പെൺമക്കളാണുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നം വന്ന് അവർ വേർപിരിയുകയും ചെയ്തു. അതിന് ശേഷമാണ് ഈ പുതിയ പയ്യനുമായിട്ടുണ്ടെങ്കിൽ ബന്ധത്തിൽ വരുന്നത്. ഇവനുണ്ടെങ്കിൽ ഇതേണൊക്കെ ഉണ്ടെങ്കിൽ ആദ്യ കല്യാണമാണ്. ഇപ്പം കിറ്റിയായിട്ട് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു, അതല്ലാതെ നേരത്തെ വിവാഹമോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും അവൻ കഴിച്ചിട്ടോ ഒന്നുമില്ല. സോ ഇവർ തമ്മിൽ ഭയങ്കര ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഇവൻ അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് വരെ ഉണ്ടെങ്കിൽ കിറ്റി അവനുമായിട്ട് ഭയങ്കര നല്ലൊരു ബന്ധത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടേയിരുന്നത്. അവനങ്ങനെ അമേരിക്കയിൽ ജോലി കിട്ടി പോകുന്ന സമയത്താണ് അവൻ്റെ അച്ഛന് ക്യാൻസർ ആവുകയും പിന്നെ ഉണ്ടെങ്കിൽ ആ സമയത്തുണ്ടെങ്കിൽ ഇതെനിക്ക് കിറ്റിയാണ് അവൻ്റെ അച്ഛനെയും അമ്മയും എല്ലാവരെയും നോക്കിക്കൊണ്ടേ ഇരുന്നത്. ഇത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുതലെടുത്തെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ കിറ്റിയുടെ ആവശ്യം പിന്നെ വന്നില്ല. അങ്ങനെ സമയത്തുണ്ടെങ്കിൽ ഇതേക്ക് കിറ്റിയെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനൊക്കെ ഈ കാമുകൻ്റെ അമ്മ പറയുകയാണ് ചെയ്തത്. ആ സമയത്ത് ഇതേണൊക്കെ കിറ്റി വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. ഇതേണൊക്കെ എൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കാണുന്നതാണ് എൻ്റെ യഥാർത്ഥ ഫേസ്, മേക്കപ്പ് ഒന്നും ഇല്ലാതെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത സമയത്ത് ഈ കാമുവിൻ്റെ വീട്ടുകാരുണ്ടെങ്കിൽ അവർക്കെതിരെ പരാതി കൊടുക്കുകയാണ്. ഇതേണക്ക് വീട്ടിൽ കയറി വന്ന് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊന്നും എടുത്തുകൊണ്ട് പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിന് വേണ്ടി ഇതേണക്ക് കിറ്റി പോകുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ. അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ഒരു പോസ്റ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ആയപ്പോഴത്തേക്ക് ഇപ്പോൾ ഉണ്ടായി എല്ലാവരും ചേർന്നുണ്ട് ഈ കിറ്റിയെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിലുണ്ടെങ്കിൽ ഇത് കോമൺ ആയിട്ട് നടക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ആ ചെറുക്കനുണ്ടെങ്കിൽ ആദ്യത്തെ വിവാഹം പോലും കഴിച്ചിട്ടില്ല, ഇനിയാണ് ഇനി കഴിക്കാൻ പോകുന്നത്. ഈ കിറ്റി എന്ന് പറയുന്ന പെൺകുട്ടി ഉണ്ടെങ്കിൽ ഒരു വിവാഹം കഴിച്ചതാണ്, അതിലുണ്ടെങ്കിൽ 2 പെൺകുട്ടികളുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഇതേണക്കുണ്ടെങ്കിൽ ചെറുക്കൻ്റെ ഫാമിലി സമ്മതിക്കത്തില്ല, അത് നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതേണക്കുണ്ടെങ്കിൽ എവളെ എന്തിനാണ് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയത്, അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങളൊക്കെ എന്തിനാണ് നോക്കിയെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് നോർമലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ പയ്യനുണ്ട് ഇപ്പോൾ അമേരിക്കയിൽ പോകുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ കാര്യം നോക്കാനൊന്നും ആരുമില്ല. ആ സമയത്തുണ്ടെങ്കിൽ ഇതേണക്കുണ്ടെങ്കിൽ കിറ്റിയെ ഉപയോഗിക്കാൻ വേണ്ടി ഇതേണക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇതേണക്കുണ്ടെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അച്ഛൻ്റെ അമ്മയുടെയും കാര്യമൊക്കെ നോക്കിപ്പിച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ അവൻ ആരെങ്കിലും അവിടെ ചെന്ന് ഇഷ്ടപ്പെട്ട് കാണും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കാണും, അല്ലെങ്കിൽ അവന് ഭയങ്കരമായിട്ട് സെറ്റിലായി കാണും അവിടെ. അതുകൊണ്ട് തന്നെ ഇനി കിറ്റിയുടെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇതേണക്കുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അവൻ ഡയറക്റ്റായിട്ട് പറയാതെ അവൻ്റെ അച്ഛനെയും അമ്മയും കൊണ്ട് പറയിച്ചതും ഇങ്ങനത്തുള്ള ഇത്രയും കാര്യങ്ങൾ നടക്കുകയും ചെയ്തത്. സോ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.